മനുഷ്യജീവനെ അന്തരീക്ഷത്തിൽ തൂക്കി നിർത്തുന്ന കാഴ്ചയാണ് ഇന്ന് ഇടുക്കി ആനച്ചാലിൽ കണ്ടത്. കേരളത്തിൽ അത്ര പരിചിതമല്ല ഈ സ്കൈ ഡൈനിങ്. അതിൻ്റെ സാധ്യതകൾ പക്ഷേ ആനച്ചാലിൽ പരീക്ഷിച്ചപ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. 4.5 മണിക്കൂറിലധികമാണ് 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിക്കിടന്നത്. സതേൺ സ്കൈസ് എയറോഡൈനാമിക്സ് എന്ന സ്കൈ ഡൈനിങ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ അപകട സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആളുകൾ ജീവനക്കാരായി ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് 1.5 മണിക്കൂറിലധികം ആ പരിശീലനം ലഭിച്ച ആളുകൾ ശ്രമിച്ചിട്ടും കുരുങ്ങിക്കിടന്നവരെ താഴേക്കിറക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഗുരുതരമായ അനാസ്ഥ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇത്തരമൊരു സാഹചര്യം അറിയിച്ചില്ല എന്നതാണ്. ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അപകടത്തിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഉടൻ തന്നെ അവരെത്തി. അതിൽ കൃത്യമായ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ കുടുങ്ങിക്കിടന്ന 5 പേരെയും സുരക്ഷിതരായി താഴേക്കിറക്കി. ആ 2 കുട്ടികളെ നെഞ്ചോട് ചേർത്തിറക്കിയ കാഴ്ച അത് ആരെയും സന്തോഷിപ്പിക്കുന്നത് കൂടിയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് മഞ്ചേശ്വരം സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ, ഭാര്യ തൗഫീന, 2ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ എന്നിവർ സ്കൈ ഡൈനിങ്ങിൽ കയറിയത്. തറയിൽ ഉറപ്പിച്ച ഹൈഡ്രോളിക് ക്രെയിൻ ഉയർത്തി അന്തരീക്ഷത്തിൽ നിർത്തുന്നതാണ് സ്കൈ ഡൈനിങ്. പതിവിലും കൂടുതൽ ക്രെയിൻ ഉയർത്തിയതോടെ റോപ്പുകൾ കുരുങ്ങി. നിശ്ചലമായ ക്രെയിൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ജീവനക്കാരി ഉൾപ്പെടെ കുടുങ്ങിക്കിടന്ന 5 പേരെ രക്ഷപ്പെടുത്താൻ താഴെ ഉണ്ടായിരുന്നവർ ശ്രമിച്ചു. പിന്നീട് 1.5 മണിക്കൂറിന് ശേഷം ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. സ്കൈ ഡൈനിങ്ങുമായി ബന്ധപ്പെട്ടവർ മനഃപൂർവ്വം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അപകട സാഹചര്യം അറിയിച്ചില്ലെന്നാണ് ആരോപണം. അപകട സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ പ്രത്യേക പരിശീലനം സ്കൈ ഡൈനിങ്ങിലെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പേടിക്കേണ്ടൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിയിച്ചോണ്ടേ ഇരുന്നത്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ഓക്കെ ആയിരുന്നു. നമുക്ക് ഇതിന് മുന്നേ ഇതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ 5 പേരായിരുന്നു. ഒരു 2 പിള്ളേരും ഞങ്ങൾ 3 പേരുമായിരുന്നു ഉണ്ടായിരുന്നു. അവര് കോഴിക്കോട്ടുകാരായിരുന്നു. ഞാൻ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ഒരു കുടുംബത്തിലെ ആൾക്കാരായിരുന്നു. മൂന്നാറിൽ നിന്നും അടിമാലിയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം അതിനിടെ രക്ഷാപ്രവർത്തനത്തിനെത്തി. ഫയർഫോഴ്സ് സംഘം എത്തി 1.5 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിതരായി താഴെ ഇറക്കിയത്. കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ടുവന്നു. മറ്റുള്ളവരെ സേഫ്റ്റി ഹാർനസ് ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ മുകളിൽ അവര് സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു അപകടാവസ്ഥയെന്ന് കണക്കാക്കാൻ കഴിയില്ല. അതിനെ കാണുമ്പോൾ തന്നെ പേടിയാവും. ഇതിന്റെ മുകളിലേക്ക് എങ്ങനെയാണ് ഈ റോപ്പ് ഉപയോഗിച്ച് കയറിയത്? അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമല്ലേ, നമ്മുടെ പണിയല്ലേ. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങളും ലൈസൻസും ഇല്ലാതെയാണ് സതേൺ സ്കൈസ് എയ്റോഡൈനാമിക്സ് എന്ന സംരംഭം പ്രവർത്തിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നിലവിലുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ദേവികുളം തഹസീൽദാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളുടെ ജീവൻ പണയം വെച്ച് പന്താടുന്ന വിധത്തിലാണ് ഈ സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചിരുന്നത്. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മതിയായ രേഖകളും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അപകടകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും നിലവിലുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ടും യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ ഇതെങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നത് അന്വേഷണ വിധേയമാകേണ്ടതാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുമിത്രപ്പം, രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. സീന മുഹമ്മദ് പറയുന്നു, അങ്ങനെ രക്ഷപ്പെടാനുള്ള സൗകര്യം കൂടി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് കൊടുക്കാനെന്ന്. എബ്രഹാം തോമസ് പറയുന്നുണ്ട്, മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിന്നുള്ള നിമിഷം എന്ന്. ABCD പറയുന്നു, കൊല്ലം പുനലൂരിലും ഈ സ്കൈ ഡൈനിങ് ഉണ്ട് എന്ന കാര്യം. രവികുമാർ പറയുന്നു, സുരക്ഷാ ക്രമീകരണം ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയും നടത്തിയ വിവരം സർക്കാരിന് അറിയില്ലായിരുന്നോ എന്ന ചോദ്യമാണ്. വസന്തകുമാരി, ദിലീപ്, വല്ലാത്തൊരു അവസ്ഥയാണ്, കുഞ്ഞുമക്കളുമായി വായുവിൽ കണ്ടപ്പോൾ പേടി വന്നു എന്ന കാര്യം പറയുന്നു. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്, നെഞ്ചിടിപ്പോടുകൂടിയാണ് ആ ദൃശ്യങ്ങൾ കണ്ടത് എന്ന കാര്യത്തിലും സംശയമില്ല. മണിക്കൂറുകളോളമാണ് ഈ സ്കൈ ഡൈനിങ്ങിൻ്റെ ഭാഗമായി ഉയരത്തിൽ അവർക്ക് കഴിയേണ്ടി വന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് അവരെ താഴെ ഇറക്കിയത്.
ഏതായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വേണം ഇതിനൊക്കെ ലൈസൻസ് നൽകേണ്ടത് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.